പ്രതിപക്ഷ ഉപനേതാവ് പദവി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDF കൺവീനറുമായി നാളെ നടക്കുന്ന ചർച്ച സ്വാഭാവികമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എന്നും എല്ലാ കാര്യത്തിലും ശുഭാപ്തി വിശ്വാസം മാത്രമേ ഉള്ളൂവെന്നും ബിനോയ് പറഞ്ഞു. ഇതിൽ പുതുമയൊന്നുമില്ല, എല്ലാ ആഴ്ചയിലും കൊടുത്തതാണ്. അങ്ങനെ കൊടുത്ത കമ്മിറ്റിയാണത്. ആ കമ്മിറ്റികൾ സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾ എല്ലാം ചർച്ച ചെയ്യും. അതൊക്കെ സ്വാഭാവികമല്ലേ. ഇതൊന്നും ഒരേ കാര്യത്തിൽ എന്തിനാ പറയണത്? കാര്യമില്ല. എന്തെല്ലാം പറയാനുണ്ടോ അതെല്ലാം ഇന്നലെ PK ദിനത്തിൽ പറയുന്നു. എപ്പോഴും ശുഭപ്രതീക്ഷയാണല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാഷ്ട്രീയ വ്യക്തതയുണ്ട്, നിലപാടുണ്ട്, ഇടതുപക്ഷ മൂല്യങ്ങളെപ്പറ്റി കാഴ്ചപ്പാടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വിജിൻ വായാന്തോട് തിരുവനന്തപുരത്ത് നിന്ന്. വിജിൻ, ഈ പ്രതിപക്ഷ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ട് എന്ത് പൊസിഷനിലേക്കായിരിക്കും CPI പോവുക? CPIക്ക് ഒരു ചെറുതായെങ്കിലും ആശ്വാസം നൽകുന്നതാണ് നിലവിൽ CPMന്റെ തീരുമാനമെന്ന് പറയുന്നത്. അതൊരു കേന്ദ്ര നേതൃത്വങ്ങൾ തമ്മിൽ ഉള്ള ഒരു ആശയവിനിമയത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ CPIയുമായി ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് CPM എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. നാളെ MN സ്മാരകത്തിലെത്തി LDF കൺവീനർ TP രാമകൃഷ്ണൻ ചർച്ച നടത്തും എന്നാണ്. അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു ബിനോയ് വിശ്വം. അതിൽ ശുഭാപ്തി വിശ്വാസമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. കുറെ കാലമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വലിയ തരത്തിലുള്ള സമ്മർദ്ദം CPMന് മേൽ ചെലുത്തുകയാണ്, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ അതിന് വഴങ്ങാൻ ഇതുവരെയും CPM തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അത് അടഞ്ഞ അധ്യായമാണ് എന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. പക്ഷേ CPI അവരുടെ നിലപാട് ആവർത്തിക്കുകയായിരുന്നു. തങ്ങൾക്ക് ഉപനേതൃത്വ പദവി ലഭിച്ചേ പറ്റൂ എന്നുള്ള നിലപാടാണ് നിലവിൽ CPI സ്വീകരിച്ചിരിക്കുന്നത്. അത് പരസ്യമായി തന്നെ CPI സംസ്ഥാന സെക്രട്ടറിയും നേതാക്കളും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. CPIയുടെ കമ്മിറ്റികളിൽ അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കേണ്ടതില്ല എന്ന ഉറപ്പിച്ച് തീരുമാനവും എടുത്തിട്ടുണ്ട്. അതിന്റെ മറ്റൊരു കമ്മിറ്റി ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. അതിലും സ്വാഭാവികമായും ഇക്കാര്യത്തിൽ CPMുമായി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും നിൽക്കേണ്ടതില്ല എന്ന തീരുമാനം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്രയും ദിവസങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അവരെടുത്ത സ്റ്റാൻഡും അത് തന്നെയാണ്. CPIയുടെ ഈ എതിർപ്പ്, പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന ആവശ്യം, അതിന് വഴങ്ങാത്ത സാഹചര്യത്തിലാണ് നിലവിൽ പാർലമെന്ററി പാർട്ടി യോഗം ചേരാനോ ഒപ്പം തന്നെ LDF യോഗം വിളിച്ചുകൂട്ടാനോ പോലും കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. സാധാരണ നിയമസഭാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ നിയമസഭ അകത്ത് തന്നെ മുന്നണികളുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് എന്ത് നിലപാട് സ്വീകരിക്കണം ഭരണപക്ഷത്തോട് എന്ന കാര്യത്തിൽ ഒക്കെയുള്ള തീരുമാനമെടുക്കുന്നത് അവിടെയാണ്. പക്ഷേ അങ്ങനെ ഒരു യോഗം ചേരാൻ പോലും ഇതുവരെ പ്രതിപക്ഷ നേതൃപദവിയുമായി ബന്ധപ്പെട്ട തർക്കത്തെ കാരണം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലുള്ള തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒരു സമവായം എന്നുള്ള നിലയിലാണ് നാളെ LDF കൺവീനർ MN സ്മാരകത്തിലെത്തി CPI സംസ്ഥാന സെക്രട്ടറിയെ കാണാൻ പോകുന്നത്. അതിനുശേഷം CPM നേരിട്ട് ഉഭയകക്ഷി ചർച്ച നടത്തും എന്നുള്ളതും അറിയുന്നുണ്ട്. എന്തായാലും തെറ്റുതിരുത്തൽ ചർച്ചകൾ ഒക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഒരു തിരിച്ചുവരവിലേക്ക് പോകാൻ LDFനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ പോലും കഴിയാത്ത നിലയിലുള്ള ഒരു സാഹചര്യമാണ്. കാരണം ഒരു മുന്നണിയിലെ മറ്റ് പാർട്ടികളെ പോലും വിശ്വാസത്തിലെടുക്കാൻ അവർക്ക് അർഹമായ പരിഗണന നൽകാൻ കഴിയുന്നില്ല എന്നുള്ള വിമർശനമാണ് നിലവിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. LDFലും ഒപ്പം പുറത്തും ഒക്കെ അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നേതൃപദവി എങ്ങനെ CPIക്ക് നൽകുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. CPM അക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ്. നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത് അക്കാര്യത്തിൽ മറ്റൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല, CPIയുടെ ആവശ്യം അത് അടഞ്ഞ അധ്യായമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വിട്ടുവീഴ്ച ഒരു ഘട്ടത്തിലും ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാട് ഇപ്പോഴും CPI ആവർത്തിക്കുകയാണ്. അതാണ് അവരുടെ ശുഭാപ്തി വിശ്വാസത്തിന് പിന്നിലുള്ള കാര്യം. ഇതിൽ CPMന്റെ നിലപാട് പക്ഷേ നിർണായകമാണ്. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.